മനസ്സിലായില്ലേ? ഇവിടെ വിതയ്ക്കുന്നത് നമ്മളല്ല, അന്യമതസ്ഥരുമല്ല. കലഹം വിതയ്ക്കുന്നത് മുഴുവനും ചീമരാജ്യത്ത് നിന്ന് വരുന്ന വൈദികരും അവൈദികരും വേഷപ്രച്ഛന്നരായി വരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അവർ വ്യാപാരത്തിനായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് വ്യാപാരം മാത്രമല്ല, വ്യാപാരം മുഖാന്തരമായി ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടന മുഴുവനും തട്ടിത്തകർത്ത് ഇവിടെയുള്ള ഈ പുരാതന വിശ്വാസത്തെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഈ ഭാരതത്തിൽ ഇപ്പൊ അത് ജ്ഞാനായക്കാർക്കെതിരായിട്ടായി പറയുന്നത്. കച്ചവടത്തിന് വേണ്ടി വന്നു, ജ്ഞാനായക്കാർ വന്നു. ഇപ്പം ഒന്നാം സുറിയാനി കുടിയേറ്റം കഴിഞ്ഞ് രണ്ടാം സുറിയാനി കുടിയേറ്റം 9-ാം നൂറ്റാണ്ടിൽ വരിക. 9-ാം നൂറ്റാണ്ടിൽ സാബോർ ഈശോയുടെയും സാബോർ അഫ്രോത്ത് പിതാക്കന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ സംഘം ഈ രണ്ടാം സുറിയാനി കുടിയേറ്റത്തിൽ കൊല്ലത്ത് വന്നു. കൊല്ലത്ത് വരുമ്പോൾ കൊല്ലം പട്ടണം താറുമാറായി കിടക്കുക. കൊല്ലം പട്ടണം അവരാണ് പുനരുദ്ധരിച്ചത്. അവര് കൊല്ലം പട്ടണത്തെ പുനരുദ്ധരിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്നുള്ള ചൊല്ല് പോലും മലയാളത്തിൽ വന്നത്. അപ്പൊ അവരിവിടുത്തെ സമ്പദ്ഘടനയെ കൊള്ളയടിച്ചത്. ഇത് കാലം ചെയ്തു പോയ കുന്നംകുളംകാരൻ പൗലൂസ് നിധിയൻ കാതോലിക്ക ബാവായുടെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹം കാലം ചെയ്തു പോയതായതുകൊണ്ട് നമ്മൾ ഒന്നും പറയുന്നത് ശരിയല്ല, ആ ഒരു മര്യാദ കൊണ്ടാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതെല്ലാം തികഞ്ഞ പിതൃശൂന്യതയാണ്. കാരണം വേഷപ്രച്ഛന്നരായിട്ട് ആര് വന്നു? വേഷപ്രച്ഛന്നരായിട്ട് വന്നത് അബ്ദുൽ ജലീൽ ബാവയാണ്. ഇയാളെ കുത്തി പറയുന്നതാണ്. അബ്ദുൽ ജലീൽ ബാവയ്ക്ക് വേഷപ്രച്ഛന്നരായിട്ട് വരാൻ പറ്റുള്ളൂ. കാരണം അതിന് തൊട്ടു മുമ്പ് വന്ന ആളെ ജീവനോടെ കൊച്ചിക്കാരിൽ കെട്ടിത്താഴ്ത്തി. ഇഗ്നാത്തിയോ സഹത്തുള്ള ബാവ ഇവിടെ വന്നാണ്. ഇഗ്നാത്തിയോ സഹത്തുള്ള ബാവ എന്ന് പറഞ്ഞ അന്ത്യോക്യൻ പാത്രികീസാണ്. അദ്ദേഹത്തെ കൊച്ചിക്കാരിൽ കെട്ടിത്താഴ്ത്തി. അതിനുശേഷമാണ് പിന്നെ ജെറുസലേം പാത്രികീസ് ആയിരിക്കുന്ന അബ്ദുൽ ജലീൽ ബാവ വരുന്നേ. അദ്ദേഹത്തിന് വേഷപ്രച്ഛന്നനായിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ഇത് ഇവരും പറയുന്നത് എന്താണ്? അതുപോലെ തന്നെ കച്ചവടക്കാരായിട്ട് വന്നു, അത് ജ്ഞാനായക്കാരാണ്. അവർ കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് സമഗ്രമായ സംഭാവന നൽകി. അത് മാത്രമല്ല, മലയാളം കലണ്ടർ കൊല്ലവർഷം ആരംഭിച്ചവരാണ്. അപ്പൊ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും വലിയ സംഭാവനകൾ നൽകി. ഈ മലയാളത്തിൽ എത്രയോ വാക്കുകൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. നസ്രാണികൾക്കുള്ള സാംസ്കാരിക മേന്മ ഔന്നത്യം ഉണ്ടായത് എവിടുന്നാണ്? ഈ ജ്ഞാനായക്കാർ വന്നതുകൊണ്ടാണ്, ഈ കച്ചവടക്കാർ വന്നതുകൊണ്ടാണ്. ഈ നസ്രാണികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് തനതായ ഒരു കുസിനറി ഉണ്ടായി. പാചക ശാഖ നസ്രാണികൾ, ക്രിസ്ത്യാനികളുടെ ഭക്ഷണം എന്ന് പറഞ്ഞ് കുറെ ഭക്ഷണ സാധനങ്ങളുണ്ട്. എവിടുന്ന? ഈ കഞ്ഞിക്കുഴിക്കാരുണ്ടാക്കുകയാണ്. അത് ജ്ഞാനായക്കാർ കൊണ്ടുവന്നു. അങ്ങനെ ജ്ഞാനായക്കാരുടെ കുടിയേറ്റം കൊണ്ടും നമുക്ക് പ്രയോജനമാണ് ഉണ്ടായത്.